ഉള്ള ലഹരി മരുന്നുകൾ എന്ന് പറഞ്ഞാൽ മദ്യവും പിന്നെ അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഉപയോഗിച്ച ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് സ്മെല്ല് കൊണ്ടും ഒക്കെ മനസ്സിലാവും. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്ന പല സിന്തറ്റിക് ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാവുന്ന ആൾക്കാർ വീട്ടുകാർക്ക് മനസ്സിലാവും, അധ്യാപകർക്ക് മനസ്സിലാവും, സ്ഥിരമായി അവരെ കാണുന്നവർക്ക് മനസ്സിലാവും. കുറേ മാറ്റങ്ങളിൽ അവർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അവർ പറയുന്നത്, ഒന്ന്, അവരുടെ അതുവരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ മാറ്റി പുതിയ സുഹൃത്തുക്കൾ അവരിലേക്ക് വന്നിരിക്കും. അതുവരെ ഉണ്ടായിരുന്ന കളിച്ചു വളർന്ന സുഹൃത്തുക്കളൊക്കെ പോകും. പിന്നെ വേറെ പുറത്തു നിന്നൊക്കെ വരുന്ന പുതിയ സുഹൃത്തുക്കൾ അവർക്ക് വന്നിരിക്കും. അതുപോലെ ഇതിൽ ഏജ് ലിമിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഒരേ പ്രായത്തിലുള്ളവരെ സുഹൃത്തുക്കളാക്കാനാണ് നമുക്ക് താല്പര്യം ഉണ്ടാവുക. പക്ഷേ അതിന് 16 വയസ്സുകാരൻ്റെ സുഹൃത്ത് ചിലപ്പോൾ 40 വയസ്സുകാരൻ 50 വയസ്സുകാരനൊക്കെ ആവും. കാരണം ഏജ് ലിമിറ്റൊന്നും ഇതിൽ ഒന്നും അവർക്ക് ബാധകം ഉണ്ടാവില്ല. അതിൽ പറയാം, പഠിത്തത്തിൽ നന്നായി മുന്നോട്ട് പോയ കുട്ടി ചിലപ്പോൾ പുറകോട്ടേ പോകും. ജോലിക്ക് കൃത്യമായി പോയാൽ ജോലിക്ക് പോകാതെയാകും. ഉറക്കത്തിൽ ക്രമം ഉണ്ടാവില്ല, ഭക്ഷണത്തിൽ ക്രമം ഉണ്ടാവില്ല. അതുവരെ നമ്മൾ വീട്ടിൽ നല്ല ഇസ്തിരി ഇട്ട് നല്ല വൃത്തിക്കൊക്കെ നടന്നിരുന്ന ആൾ അങ്ങനെയൊന്നും നടക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ കുടുംബത്തിലോ നാട്ടിലോ ഉണ്ടാകുന്ന ഒരു പൊതുപരിപാടിയിലോ ഫംഗ്ഷനോ പങ്കെടുക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇതിലൊന്നും പങ്കെടുക്കാതെ ഒറ്റപ്പെട്ട് നിൽക്കാൻ എപ്പോഴും താല്പര്യപ്പെടുക. പിന്നെ അവരിലേക്ക് മാത്രമായി ചുരുങ്ങും. വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷമം നടന്നാലോ ഒരു ഉത്സവം ഒരു ആഘോഷം നടന്നാലോ അതിലൊന്നും അവനൊരു സന്തോഷം ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോലും, അവനാർക്കെങ്കിലും അസുഖം വന്നാൽ പോലും അത് അവനെ ബാധിക്കില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം ഉണ്ടാവും, ഇന്നത്തെ ഉപയോഗിക്കാനുള്ള സാധനം എങ്ങനെ കിട്ടും എന്നുള്ള ചിന്ത മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടാവൂ. അവനിലേക്ക് മാത്രമായി ചുരുക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വളരെ അപകടകരമായിരിക്കും. ഇനി എങ്ങനെയെങ്കിലും എന്തെങ്കിലും എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ ഏതെങ്കിലും ഒരാൾ ഇത്തരത്തിൽ അങ്ങനെ എത്തിപ്പെട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഒരു സ്കൂൾ മാറിയാൽ ശരിയാവും, ഒരു കോളേജ് മാറിയാൽ ശരിയാവും, ഒരു ജോലി കിട്ടിയാൽ ശരിയാവും, ഒരു കല്യാണം കഴിച്ചാൽ ശരിയാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ പലപ്പോഴും ഇത് ശരിയാകലൊന്നും ഉണ്ടാവില്ല. അവസാനം ഇതിന് പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ പല ആൾക്കാർക്കും തിരിച്ചു വരാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡി അഡിക്ഷൻ സെൻ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ വേണ്ടി വരും. അത് ഓരോരാൾക്കും ഡിപ്പെൻസ് ആയിരിക്കും, ഓരോരാൾക്ക് എങ്ങനെയാണ് ആ രീതിയിലായിരിക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നമ്മളിത് മറച്ചു വെക്കും. എൻ്റെ കുടുംബത്തിൽ ഇതുണ്ടെന്ന് ഞാനിങ്ങനെ പുറത്തു പറയാം. എൻ്റെ പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുമല്ലോ, മറ്റുള്ളവരൊക്കെ എൻ്റെ വളർത്തു ദോഷം എന്നല്ലേ പറയാം, എന്നെയല്ലേ കുറ്റം പറയുക. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഒളിച്ചൊളിച്ച് വെക്കും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് അറിയുന്നത് പുറത്ത് വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അവസാനം പുറത്തറിയിക്കാതിരിക്കാനുള്ള പറ്റില്ല എന്നുള്ളൊരവസ്ഥ എത്തുമ്പോഴാണ് പലപ്പോഴും അറിയിക്കുക. അപ്പോഴേക്കും പരിധി വിട്ടുപോയിട്ടുണ്ടാകും. തുടക്കത്തിലേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവനെ തിരിച്ച് ജീവിതത്തിലേക്ക്